Hello, this is Gayatri Shankar. Welcome to my YouTube channel. So if you're new here, please check out my old videos, and if you like them, please like, share and subscribe. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ 3rd or 4th സെമിസ്റ്റർ ഓഫ് BEdലാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മേജർ വർക്കാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നുള്ളത്. അപ്പം എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്, നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് വരുമ്പോൾ, തിയറി അല്ല, നമ്മുടെ അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. സോ നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ ചെന്നിട്ട് നമുക്ക് മനസ്സിൽ തോന്നുന്ന ചില റാൻഡം ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഒരു ടെസ്റ്റ് പേപ്പർ ഇടുന്നത് പോലെ അല്ല നമ്മൾ ഒരു ബോർഡ് എക്സാമിനോ അല്ലെങ്കിൽ നമുക്കൊരു ഹ്യൂജ് ക്രൗഡിൽ ഒരു സെലക്ഷൻ നടത്തേണ്ടതോ ആയിട്ടൊക്കെ ഉള്ള എക്സാംസ് ഇടുമ്പോൾ നമ്മൾ അവിടെ വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് നമ്മൾ ഒരു മൈനർ രീതിയിൽ അച്ചീവ്മെന്റ് ടെസ്റ്റിൽ ചെയ്യുന്നത്. നമ്മളൊരു സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് ഇടുമ്പോൾ അതിനകത്തൊരു 2 സ്റ്റെപ്സ് ഉണ്ട്, വാലിഡേഷൻ ആൻഡ് റിലയബിലിറ്റി ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. ആ 2 സ്റ്റെപ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്താണ് നമ്മൾ BEdൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോം ചെയ്യുന്നതായാലും അത് കഴിഞ്ഞുള്ള പോസ്റ്റ് ടെസ്റ്റ് അനാലിസിസ് ആയാലും എല്ലാം നമ്മൾ സാധാരണ ഒരു സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റിന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അച്ചീവ്മെന്റ് ടെസ്റ്റിൽ നമ്മൾ ചെയ്തു പോകാറുണ്ട്. വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ചെക്കിംഗ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്തു പോകാറുണ്ട്. അപ്പം ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് ആസ് എ സ്റ്റുഡൻറ് വെൻ ഐ വാസ് ഡൂയിങ് മൈ BEd എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നത് വാസ് ഹൗ ടു ഫ്രെയിം ദ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ ആൻ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിം ചെയ്യും, ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക്. നമ്മുടെ ടാക്സോണമി ലെവൽസിന്റെ അടിയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുക്കാം, എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളത് ഒരു ഹ്യൂജ് എപ്പോഴും ഒരു ഡൗട്ടായിരുന്ന സമയമാണ്. അപ്പം ഇന്ന് നമ്മൾ ഒരു പ്രാക്ടിക്കൽ സൈഡ് ഓഫ് അച്ചീവ്മെന്റ് ടെസ്റ്റിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് ഇനിയുള്ള ഒരു സെറ്റ് ഓഫ് വീഡിയോസ്. ദിസ് വിൽ ബി പാർട്ട് 1. I'll be also doing part 2 and part 3. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തിയറിയിൽ പഠിക്കുന്നത് പോലെ തന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഡിസൈനിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്ലാനിങ് തന്നെയാണ്. നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കണം. നമ്മൾ എങ്ങനെയാണ്, ആർക്കാണ്, എവിടെ വെച്ചാണ്, എത്ര സമയത്തേക്കാണ്, എത്ര മാർക്സിനാണ് ഈ അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത് എന്നുള്ളത്. നമ്മുടെ ക്ലാസ്, ഡിവിഷൻ, സബ്ജക്റ്റ് എന്നിവ ആദ്യം തീരുമാനിച്ചുറപ്പിക്കുക. പിന്നെ നമ്മുടെ യൂണിറ്റ് ഏതാണ് എന്ന് തീരുമാനിക്കുന്നതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, വഴിയെ പറയാം. അതോടൊപ്പം മാർക്സ് ആൻഡ് ടൈം. നമ്മുടെ മാർക്ക് പലപ്പോഴും 25 ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം നമുക്ക് പലപ്പോഴും കിട്ടുന്ന ഒരു പീരീഡ് അവർ എന്ന് പറയുന്നത് ഒരു 40 മിനിറ്റ്സോ അല്ലെങ്കിൽ ചില പീരീഡ്സ് ഒക്കെ 30 മിനിറ്റേ കാണുള്ളൂ. അപ്പൊ ആ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് എത്രയും ഒപ്റ്റിമൽ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് 25 ആയിരിക്കും. ടൈം നമുക്കൊരു 40 മിനിറ്റ്സ് കിട്ടുകയാണെങ്കിൽ 25 മാർക്സിന് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പം നമ്മൾ യൂണിറ്റും മാർക്കും ടൈമും കൃത്യമായിട്ട് തീരുമാനിക്കുക. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫ്രെയിം യുവർ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് ഇത്രയും കൺസിഡർ ചെയ്താലേ നമ്മുടെ അച്ചീവ്മെന്റ് ടെസ്റ്റ് വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ദ ഫസ്റ്റ് തിങ് വുഡ് ബി നിങ്ങളുടെ ചാപ്റ്ററിന്റെ, നിങ്ങൾ ആ ചൂസ് ചെയ്തിരിക്കുന്ന യൂണിറ്റിന്റെ സബ് ടോപ്പിക്സ് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ചാപ്റ്റർ മെറ്റൽസ് ആണ്. എൻ്റെ ചാപ്റ്റർ മെറ്റൽസിലുള്ള മേജർ ആയിട്ടുള്ള സബ് ടോപ്പിക്സ് ഞാൻ ലിസ്റ്റ് ചെയ്യണം. മെറ്റൽസിലുള്ള സബ് ടോപ്പിക്സ് എനിക്ക് തോന്നിയത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്, അലോയ്സ് ആൻഡ് കൊറോഷൻ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാപ്റ്ററിൻ്റെ മേജർ ആയിട്ടുള്ള സബ് ടോപ്പിക്സിനെ ലിസ്റ്റ് ചെയ്തു. നമ്മൾ ഈ സബ് ടോപ്പിക്സിൽ ഓരോന്നിനും വെയിറ്റേജ് കൊടുത്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോം ചെയ്യേണ്ടത്. എല്ലാ സബ് ടോപ്പിക്സിൽ നിന്നും ഒരു ഒപ്റ്റിമൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ എല്ലാത്തിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ ക്വസ്റ്റ്യൻസ് ഇടാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഏതൊക്കെയാണ് സബ് ടോപ്പിക്സ് എന്ന് ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്യുന്നത്. അടുത്ത നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്താം.
ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് അറിയാം ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേർഡ് ആൻസർ മാത്രമേ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുള്ളൂ. നിങ്ങൾക്ക് വെരി ഷോർട്ട് ആൻസേഴ്സ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്താം. 1 മുതൽ 2 ലൈനിനകത്ത് കുട്ടി ആൻസർ ചെയ്യുന്നതാണ് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. അതുപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 3 to 4 ലൈൻസ് ആണ് വരുന്നത്. പിന്നെ എസ്സേ ക്വസ്റ്റ്യൻസ്, അത് 7 to 10 ലൈൻസ്. പലപ്പോഴും എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസുകാർക്കും ലാംഗ്വേജസിനും ആയിരിക്കും എസ്സേസ് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത്. സയൻസ്, നാച്ചുറൽ സയൻസുകാർക്കൊക്കെ ഈ ആദ്യം പറഞ്ഞ 3 കാറ്റഗറി ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ, മീൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബെറ്റർ കൊടുക്കാൻ പറ്റുന്ന 3 കാറ്റഗറി ഇതായിരിക്കും. സോഷ്യൽ സയൻസ്, ലാംഗ്വേജസിനൊക്കെ ആയിരിക്കും എസ്സേസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. സയൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ വെരി ഷോർട്ട് ആൻസറും ആയിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരിക. അടുത്തത് കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി തന്നെയാണ്. നമുക്കറിയാം നമ്മൾ ലെസൺ പ്ലാൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ ടാക്സോണമിയും ഫോളോ ചെയ്താണ് നമ്മുടെ ഔട്ട്കംസ് എഴുതുന്നത്. അപ്പം നിങ്ങളൊരു ടെസ്റ്റ് നടത്തുമ്പോൾ വാട്ട് ആർ യു ആക്ച്വലി ഡൂയിങ്, നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ലെസൺ പ്ലാനിൽ പറഞ്ഞ ഔട്ട്കംസ് കുട്ടി അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പം നമ്മൾ അങ്ങനെ നടത്തുന്ന ഒരു ടെസ്റ്റിൽ ഓബ്വിയസ്ലി നമ്മൾ ഈ പറയുന്ന ഓരോ ടാക്സോണമിയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. ഇതിൽ ഏത് ടാക്സോണമിക്കാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടതെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഐഡിയയും നിങ്ങൾക്ക് വേണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം 2 കൺസിഡർ ചെയ്തു, നമ്മൾ സബ് ടോപ്പിക്സ് കൺസിഡർ ചെയ്തു. അതിൽ എല്ലാ സബ് ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവണം എന്ന് മനസ്സിലുണ്ടാവാം. പക്ഷെ എന്നാലും ഏതെങ്കിലും ഒരു സബ് ടോപ്പിക്കിനായിരിക്കും കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുക്കുന്നത്, അതിലായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രെയിം ചെയ്യാൻ സാധിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലും നമുക്കറിയാം ഒബ്ജക്റ്റീവ്, വെരി ഷോർട്ട് ആൻസർ ആൻഡ് എസ്സേ. ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ ഉണ്ടാവുക. ഇതനുസരിച്ച് നമ്മൾ വെയിറ്റേജ് കൊടുത്താണ് പോകുന്നത്. ഇതിൽ ഈ പറയുന്ന ഓരോ കാര്യത്തിൽ ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് എന്നുള്ളത് മനസ്സിൽ പ്ലാൻ ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ. എങ്കിലേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് നമുക്ക് ഫോം ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരു മേജർ കാര്യം, ഇത് പലപ്പോഴും ടീച്ചേഴ്സ് പറഞ്ഞു തരാറുണ്ട്, എനിക്ക് മനസ്സിലായതും ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ആണ്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ നന്നായിരിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഈ അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് എഴുതുമ്പോൾ സംതിങ് ദറ്റ് വി ലുക്ക് ഫോർവേഡ് ടു ഇസ് അവർ കമ്മീഷന് വരുന്ന ടീച്ചേഴ്സ് മേജറായിട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ആവറേജ് സ്റ്റുഡൻസ് ആണോ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിൽ നമ്മൾ ആവറേജ് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനുമാണ് ശ്രമിക്കേണ്ടത്. നമുക്കറിയാം നമ്മൾ ബിലോ ആവറേജ് ലേണേഴ്സ് ഉണ്ട്, എബവ് ആവറേജ് ലേണേഴ്സ് ഉണ്ട്, രണ്ടുപേരെ കേറ്റർ ചെയ്യണം. പക്ഷെ അതേസമയം നമ്മൾ എൻഹാൻസ് ചെയ്യേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആവറേജ് സ്റ്റുഡൻസിൻ്റെയാണ്. അങ്ങനെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും മെയിൻലി എയിം ചെയ്തിരിക്കുന്നത് ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരിക്കണം. അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ കാണേണ്ടത്. അതേസമയം നമുക്ക് ബിലോ ആവറേജ് ലേണേഴ്സിന് ജയിച്ചു പോകാനുള്ള മാർക്കും കിട്ടണം. എബോവ് ആവറേജ് സ്റ്റുഡൻസിന് അവരുടെ ആ എക്സെപ്ഷനാലിറ്റി നമ്മുടെ ക്വസ്റ്റ്യൻ മീൻസ് ആൻസർ ഷീറ്റിലൂടെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും നമ്മൾ നൽകിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോം ചെയ്യാൻ. അങ്ങനെ ഫോം ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അണ്ടർസ്റ്റാൻഡ് ലെവൽ ടാക്സോണമിയുടെ അടിയിൽ നിങ്ങൾക്കൊരു 30% ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി വെരി മച്ച് എയിമിങ് ടു എൻഹാൻസ് ആവറേജ് സ്റ്റുഡൻസ് പെർഫോമൻസ്. അപ്പം നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണ്ട ഓരോ ടാക്സോണമി ലെവലിൽ എത്രയാണോ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ പെർസെൻറ്റേജ് ആണ് ഈ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഉപമ പറയുന്നതാണ്. അതായത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വെക്കുക. അപ്പം അതിൽ 30 ക്വസ്റ്റ്യൻസ് എങ്കിലും അണ്ടർസ്റ്റാൻഡ് ലെവലിലുള്ളതാണെങ്കിൽ നിങ്ങൾ കൂടുതലും ആവറേജ് സ്റ്റുഡൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. സോ നിങ്ങൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുമ്പോൾ വാട്ട് എവർ ദ ക്വസ്റ്റ്യൻസ് ബി, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ലെവലിൽ മാക്സിമം നമ്പറിൽ 30% എന്തായിരിക്കണം, അണ്ടർസ്റ്റാൻഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അടുത്ത നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അപ്ലൈ ആൻഡ് അനലൈസ് ആണ്.
അപ്ലൈയിങ്ങും അനലൈസിങ്ങും ഈ രണ്ട് ടാക്സോണമീസ് നമുക്കറിയാം ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ടാക്സോണമീസ് ആണ്. ഇത് നമ്മുടെ ആവറേജ് സ്റ്റുഡൻസിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ടാക്സോണമിയാണ്. അതിൽ നിങ്ങൾ 16 to 20% ക്വസ്റ്റ്യൻസ് ഈച്ച്, അപ്ലൈയിലും 16 to 20%, അനലൈസിലും 20%, 16 to 20% ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആവറേജ് സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അത് മാറും. അടുത്തത് റിമെമ്പർ ടാക്സോണമി. നമുക്കറിയാം റിമെമ്പർ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് ദ ടാക്സോണമി ആണ് അല്ലേ. അപ്പം അങ്ങനെ റിമെമ്പറിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന ഫേവർ ചെയ്യുന്നത് ബിലോ ആവറേജ് ലേണേഴ്സിനാണ്. അവർക്ക് ജയിച്ചു പോകാനുള്ള മാർക്ക് എന്ത് ചെയ്യും, അതിൽ നിന്നും കിട്ടും. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിമെമ്പർ ലെവലിൽ നിന്നും 10 to 15% ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ്. നമുക്കറിയാമല്ലേ ടാക്സോണമിയുടെ ഹയസ്റ്റ് ലെവലിലുള്ള 2 പേരാണ് ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ്. ഇവാലുവേറ്റും ക്രിയേറ്റിൽ നിന്നും നമ്മൾ 7.5% ഈച്ച്, രണ്ടിൽ നിന്നും 7.5% ഈച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊണ്ടുവരാമെങ്കിൽ അത് നിങ്ങളുടെ എബവ് ആവറേജ് ലേണേഴ്സിന് അവരുടെ ടാലന്റ് എക്സിബിറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറും. പലപ്പോഴും നമ്മുടെ ആവറേജ് സ്റ്റുഡൻസിൽ കുറച്ച് പേർക്ക് ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും സാധിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ ബിലോ ആവറേജ് ലേണേഴ്സിന് ഒരിക്കലും ഈ ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ് ലെവലിലേക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബട്ട് എബവ് ആവറേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച്, എക്സെപ്ഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവരുടെ കഴിവ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ എന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകണം. സോ ദാറ്റ് ഈസ് ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ് ഫോർ യു. 7.5% ഈച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കണം. സോ വാട്ട് എവർ ബി ദ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ക്വസ്റ്റ്യൻ പേപ്പർ, അണ്ടർസ്റ്റാൻഡ് ലെവൽ 30% ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. അപ്ലൈ ഒരു 20% ഉണ്ടായിരിക്കണം. അനലൈസ് 20% ഉണ്ടായിരിക്കണം. റിമെമ്പർ അപ് ടു 15% എങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കണം. ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ് 7.5% ഈച്ചും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി എ സക്സസ്. നിങ്ങൾ എല്ലാ റേഞ്ച് ഓഫ് സ്റ്റുഡൻസിനും കേറ്റർ ചെയ്യുന്ന ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് നമുക്കൊരു പരിധി വരെ പറയാൻ സാധിക്കും. നൗ ലെറ്റ് മീ ടെൽ യു, എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓരോ ടാക്സോണമിയുടെ അടിയിലും ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്, എങ്ങനെ ചോദിക്കാം എന്നുള്ളതായിരുന്നു. അപ്പം അതിന് എനിക്ക് കിട്ടിയ ചില ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സോ ലെറ്റ്സ് ഫസ്റ്റ് ബിഗിൻ വിത്ത് ദി റിമെമ്പറിങ് ടാക്സോണമി. ഏറ്റവും താഴെ തട്ടിലുള്ള ടാക്സോണമിയാണ് നമ്മൾ റീകോൾ ചെയ്യുന്നത്. നമ്മുടെ ഫാക്ട്സും കോൺസെപ്റ്റ്സും ഡെഫിനിഷൻസും ഒക്കെ വെറുതെ റീകോൾ ചെയ്യുന്നു. ഒരു പരിധി വരെ കുട്ടിക്ക് മനഃപ്പാഠം പഠിക്കുന്ന ആൾക്കാർക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഫാക്ട്സ് ആൻഡ് നോളജസ് ആണ് റിമെമ്പറിങ്ങിൻ്റെ അടിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് റിമെമ്പറിങ്ങിൻ്റെ അടിയിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ റിമെമ്പറിങ് മാക്സിമം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധിക്കുന്ന ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 15% ആണ്. ആ 15%-നകത്ത് എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് റിമെമ്പറിങ്ങിൽ പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ആയിരിക്കാം അല്ലേ, കാരണം അത് യൂണിവേഴ്സലി ആര് ഉത്തരം പറഞ്ഞാലും സെയിം ആൻസറേ വരുള്ളൂ. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ആൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ റിമെമ്പറിങ് ലെവലിൻ്റെ അടി ചോദിക്കാൻ പറ്റുന്ന മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് തിങ് വിൽ ബി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, MCQs. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, റിമെമ്പറിങ്ങിൻ്റെ അടിയിൽ ചോദിക്കാം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്? ഈ പറയുന്നവയിൽ ഏതാണ് ഫ്രാൻസിന്റെ ക്യാപിറ്റൽ? ഇവിടെ ഒരു സിമ്പിൾ ഫാക്ട് ഓഫ് ഇൻഫർമേഷൻ ആണ് കുട്ടി റീകോൾ ചെയ്യുന്നത്. സോ ദിസ് ബിക്കംസ് എ ക്വസ്റ്റ്യൻ അണ്ടർ റിമെമ്പറിംഗ് ലെവൽ ഓഫ് ബ്ലൂംസ് ടാക്സോണമി. അതുപോലെ നിങ്ങൾക്ക് റിമെമ്പറിങ്ങിന്റെ അടിയിൽ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ദ കെമിക്കൽ സിമ്പിൾ ഫോർ വാട്ടർ ഇസ് H2O. ഇത് കറക്റ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? കുട്ടിക്ക് ആ ഫാക്ട് അറിയണം. വാട്ടറിന്റെ കെമിക്കൽ സിമ്പിൾ എന്താണ് എന്നുള്ള ഫാക്ട് കാണാതെ പഠിച്ചു വെക്കുന്ന കുട്ടിക്ക് പോലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റിമെമ്പറിംഗ് ലെവലിൻ്റെ അടി ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ. ഇതും നിങ്ങൾക്ക് റിമെമ്പറിങ്ങിന്റെ അടിയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ എക്സാമ്പിൾ, ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം ഇസ് ഡാഷ്. ഇവിടെ കുട്ടി എന്താണ്, ഒരു മിസ്സിംഗ് വേർഡ് സപ്ലൈ ചെയ്യണം. ആ മിസ്സിംഗ് വേർഡ് സപ്ലൈ ചെയ്യണമെങ്കിൽ അതിനൊരു സിമ്പിൾ ഫാക്ട് റീകോൾ ചെയ്താൽ മതി. അപ്പോൾ ആ കുട്ടിക്ക് അത് കൃത്യമായി ആൻസർ ചെയ്യാൻ സാധിക്കും. സോ ദിസ് ഇസ് ഓൾസോ എ ക്വസ്റ്റ്യൻ അണ്ടർ റിമെമ്പറിംഗ് ലെവൽ ടാക്സോണമി ദാറ്റ് യു ക്യാൻ ആസ്ക്. നെക്സ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് മാച്ചിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അങ്ങോട്ടും നമ്മൾ പോകുമ്പോൾ ഓരോ ടാക്സോണമിയുടെ അടിയിലും ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടും. പക്ഷെ യു വിൽ സീ വാട്ട് ദ ഡിഫറൻസസ്. ഇവിടെ നമ്മൾ കുറച്ച് സയന്റിസ്റ്റുകളും അവരുടെ ഡിസ്കവറീസും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സയന്റിസ്റ്റും ഡിസ്കവറീസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫാക്റ്റ് ആണല്ലേ. കുട്ടിക്ക് അറിയാം ഐസക് ന്യൂട്ടൺ എന്താണ് കണ്ടുപിടിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരുന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇവിടെ സിമ്പിൾ ആണ്. ഐസക് ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ്. ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റുക, മാച്ച് ചെയ്യാൻ ഉള്ള ക്വസ്റ്റ്യനെ ഇതിലുള്ളൂ. ഇവിടെ റീകോൾ തന്നെയാണ് വരുന്നത്. കുട്ടി കാര്യം പഠിക്കുന്നു, സയന്റിസ്റ്റും ഡിസ്കവറിയും കാണാതെ പഠിക്കുന്നു, വന്ന് ആൻസർ ചെയ്യുന്നു. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ യു ക്യാൻ യൂസ് അണ്ടർ റീകോൾ. റിമെമ്പറിങ്ങിന്റെ അടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. സിമ്പിൾ ഷോർട്ട് ആൻസർ. വാട്ട് ഇസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് സീ ലെവൽ? ഒരു സിമ്പിൾ ഫാക്ട് അല്ലേ. എന്താണ് ആ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് സീ ലെവൽ? എന്താണ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കുട്ടി കാണാതെ പഠിച്ചു വെച്ചിരുന്ന കുട്ടിക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. അടുത്തത് ലേബലിംഗ് ക്വസ്റ്റ്യൻസ്. ലേബലിംഗ് ക്വസ്റ്റ്യനും ഈ റിമെമ്പറിങ്ങിന്റെ അടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ചെടിയുടെ ഡയഗ്രാം കൊടുത്തിട്ട് ആ ചെടിയുടെ പാർട്സിനെ ലേബിൾ ചെയ്യാൻ പറയുക. ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനും നമുക്ക് റിമെമ്പറിങ്ങിന്റെ അടിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് അണ്ടർ റിമെമ്പറിങ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കൊടുക്കാം, ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ കൊടുക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ കൊടുക്കാം, അതേസമയം മാച്ച് ദ ഫോളോയിങ് കൊടുക്കാം, ഷോർട്ട് ആൻസർ കൊടുക്കാം, ലേബലിംഗ് കൊടുക്കാം. ഇവിടെ എല്ലാം നിങ്ങൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ്റെ ടൈപ്പിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കാണാതെ പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ഇത് ഓർത്തെടുത്ത് ചുമ്മാതെ ഒന്നും ആലോചിക്കുക പോലും ചെയ്യാതെ ഒരു ഫാക്ട് ഓർത്തെടുത്ത് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ മേജറായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം. So let's go to the next level of taxonomy. We'll be talking about understanding. Understanding level of Bloom's taxonomy ലേക്ക് വരുമ്പോൾ കുട്ടി ജസ്റ്റ് ഫാക്ട് റീകോൾ ചെയ്താൽ മാത്രം പോരാ. ആ ഫാക്ടിന്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ എന്താണ്, ഐഡിയ എന്താണ്, കോൺസെപ്റ്റ് എന്താണ്, പ്രോസസ്സ് എന്താണെന്ന് സ്വന്തം വാക്കിൽ കുട്ടിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കൂടെ സാധിക്കണം. ഒരു കാര്യം മനസ്സിലായാലല്ലേ നമുക്ക് നമ്മുടെ വാക്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും നോക്കുന്നത്. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ എങ്ങനെയാണ് ഇവിടെ ഹൗ വി ചേഞ്ച് ദ വേർഡിങ്സ് ടു മാച്ച് ദി ടാക്സോണമി ലെവൽ എന്നുള്ളത്. സോ അണ്ടർ ബ്ലൂംസ് ടാക്സോണമി നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നോക്കാം. സോ ദ ഫസ്റ്റ് വൺ വിൽ ബി ട്രൂ ഓർ ഫാൾസ്. കണ്ടോ, നമ്മൾ റിമെമ്പറിങ്ങിലും പറഞ്ഞു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. ബട്ട് സി വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ ഡിഫറൻസ്. ഓക്കെ, Ravi said to Rahul in the morning that the sun has not risen yet. This is an illusion. Is Ravi's statement true or false? ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാനൊരു 9ാം ക്ലാസ്സിന്റെ ഫിസിക്സിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൂര്യൻ ഉദിച്ചിട്ടില്ല, നീ ഇപ്പൊ കാണുന്നത് ഒരു ഇല്യൂഷൻ ആണെന്ന് ഒരു കുട്ടി മറ്റൊരു കുട്ടിയെടുത്ത് പറയുകയാണ്. അപ്പം യു ആർ ആസ്കിങ് യുവർ സ്റ്റുഡൻറ് ടു സേ ഇഫ് ദിസ് ഇസ് ട്രൂ ഓർ ഫാൾസ്. അപ്പം നിങ്ങൾ ആ കുട്ടി റിഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ചുമ്മാ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ കെമിക്കൽ ഫോർമുല ഓഫ് വാട്ടർ H2O ആണോ എന്നുള്ള സിമ്പിൾ ഫാക്റ്റ് അല്ല. പകരം ഇവിടെ എന്താണ്, ഒരു കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ന്യൂ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പം കുട്ടി ഇത് വായിക്കുമ്പോൾ അയാൾക്ക് ആ കോൺസെപ്റ്റിനെ പറ്റി നല്ല ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ അടിയിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമ്മൾ വേർഡിങ്സ് മാറ്റുന്നത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ടാക്സോണമി ലെവലിലെ ക്വസ്റ്റ്യൻ മാറ്റാണ് ഉണ്ടായത്.
സോ ഇവിടെ നമ്മൾ കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ, അതോടൊപ്പം എക്സ്പ്ലെയിൻ ചെയ്യണം എന്തുകൊണ്ട് ഫോൾസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ട്രൂ. സോ നൗ ദിസ് ബിക്കംസ് എൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ക്വസ്റ്റ്യൻ. നൗ നെക്സ്റ്റ് യു ക്യാൻ ആസ്ക് എ മാച്ചിങ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. നേരത്തെ നമ്മൾ വെറുതെ സയന്റിസ്റ്റുകളുടെ ഡിസ്കവറിയാണ് ചോദിച്ചെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മളൊരു പ്രോസസ്സും ആ പ്രോസസ്സിന്റെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് എന്താണ് എന്ന് എഴുതാൻ പറ്റൂ. അപ്പോൾ നമ്മൾ അതിന്റെ ഹോൾ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓസ്മോസിസ് എന്താണ്, ഡിഫ്യൂഷൻ എന്താണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന മനസ്സിലാക്കിയിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമേ ഇത് കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 2-3 ഫാക്ട് ഓർത്തെടുത്ത് പറയുകയല്ല, പകരം കാര്യം കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഇവിടെ മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ബിക്കംസ് എൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ. You can also ask classification or sorting questions under understand level taxonomy. For example, ഇവിടെ കണ്ടോ, റിന്യൂവബിളും നോൺ റിന്യൂവബിളും എനർജീസ് റിസോഴ്സസ് ആയിട്ട് ഈ പറയുന്നവയെ കാറ്റഗറൈസ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കുട്ടിക്ക് എന്താണ് റിന്യൂവബിൾ റിസോഴ്സ്, എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് കൃത്യമായിട്ട് അറിയെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ. സോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി കാറ്റഗറീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി student to answer this question. So this becomes an objective type question under നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ടാക്സോണമി. നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഫോർ എക്സാമ്പിൾ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ്. നമുക്കൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ കുട്ടിയോട് ചോദിക്കാം. എക്സ്പ്ലെയിൻ വൈ ലീവ്സ് അപ്പിയർ ഗ്രീൻ ഓൺ ഹ്യൂമൻ ഐസ്. കുട്ടിക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് വെച്ച് കുട്ടി ഇത് എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിയിൽ ചോദിക്കാൻ പറ്റുന്നത്. അതുപോലെ സമ്മറൈസേഷൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടാക്സോണമിയുടെ അടിയിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ സമ്മറൈസ് ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇവിടെ ഫോട്ടോസിന്തസിസിനെ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണ്, സമ്മറൈസ് ദ പ്രോസസ് ഇൻ 2 or 3 സെന്റൻസ്. അപ്പം നന്നായി മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് സ്വന്തം വേർഡ്സിൽ 1-2 സെന്റൻസിൽ ചുരുക്കി ഒരു പ്രോസസ്സിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ദിസ് ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ യു ക്യാൻ ആസ്ക് അണ്ടർ അണ്ടർസ്റ്റാൻഡ് ലെവൽ ടാക്സോണമി. പിന്നെ നിങ്ങൾക്ക് ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്രാഫോ പിന്നെ അല്ലാതെ എന്തെങ്കിലും ഡയഗ്രമോ ഡേറ്റയോ ഒക്കെ കൊടുത്തിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറയാം. അപ്പം രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കുട്ടിക്ക് നന്നായിട്ട് ഓൾറെഡി അറിയാമെങ്കിലേ ആ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ യൂസ് ചെയ്ത് ആ ഒരു ഡേറ്റയോ ഡയഗ്രമോ ഗ്രാഫോ ഒക്കെ interpret ചെയ്യാൻ സാധിക്കുള്ളൂ. So interpretation question is something you can ask under understand level taxonomy. Also you can ask cause and effect questions. Cause and effect questions എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, അപ്പോൾ ആ സംഭവിച്ച കാര്യവും അതിൻ്റെ എഫക്റ്റുമായിട്ട് കുട്ടി റിലേറ്റ് ചെയ്ത് സംസാരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു പോപ്പുലേഷൻ ഓഫ് സ്പീഷീസ് ഇഫ് പ്രൈമറി ഫുഡ് സോഴ്സസ് ഡിപ്ലീറ്റഡ്. കുട്ടിക്ക് കൃത്യമായിട്ട് ഫുഡ് ചെയിനെ പറ്റി ഒരു അറിവുണ്ടായിരിക്കണം. അതോടൊപ്പം ഒരു സ്പീഷീസിനെ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ടുള്ള സ്പീഷീസിന് എന്ത് സംഭവിക്കും എന്നുള്ളത് കുട്ടി ആലോചിച്ച് കൃത്യമായിട്ട് ആ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് ഓൾസോ എ ക്വസ്റ്റ്യൻ അണ്ടർ അണ്ടർസ്റ്റാൻഡ് ടാക്സോണമി. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് ലൊക്കേറ്റിംഗ് കേട്ടോ. ലൊക്കേറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ലേബലിംഗ് ദി ഡയഗ്രം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലേബലിംഗ് മാത്രമല്ല, ദിസ് ഇസ് നൗ ലൊക്കേറ്റിംഗ്. ഇവിടെ നമ്മളൊരു ബ്രെയിൻ്റെ പിക്ചർ കൊടുക്കുകയാണ്. നൗ ദി ചൈൽഡ് ഇസ് ആസ്ക്ഡ് ടു ലൊക്കേറ്റ് സർട്ടൻ പാർട്സ്. അപ്പോൾ ആ പാർട്ട് ഏതാണ്, ആ പാർട്ട് ഏത് പൊസിഷനിൽ വരും എന്നുള്ള കൃത്യ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലൊക്കേറ്റിംഗ് ക്വസ്റ്റ്യൻ ഇസ് ഓൾസോ കമ്മിങ് അണ്ടർ അണ്ടർസ്റ്റാൻഡ് കാറ്റഗറി. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്പൺ എൻഡഡ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ഹാർട്ട് ഇൻ സർക്കുലേറ്ററി സിസ്റ്റം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുട്ടിക്ക് ഷോർട്ടായിട്ട് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ ഓൺ വേർഡ്സിൽ ആ കോൺസെപ്റ്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിയിൽ കൊടുക്കാൻ പറ്റും.
നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന ലെവൽ ഓഫ് ടാക്സോണമി അപ്ലൈ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു കാര്യം അറിഞ്ഞാൽ മാത്രം പോരാ, അതൊരു പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാൻ കൂടി പഠിക്കണം. ഒരു ന്യൂ ആൻഡ് അൺഫെമിലിയർ സിറ്റുവേഷനിൽ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യം അപ്ലൈ ചെയ്യാൻ കൂടി കുട്ടി പഠിച്ചിരിക്കണം. സോ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ്. അപ്പം നമ്മൾ കണ്ടു, നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് റിമെമ്പറിലും ചോദിക്കാം, അണ്ടർസ്റ്റാൻഡിലും ചോദിക്കാം. ഇവിടേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ സ്വഭാവം മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കണേ. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ പ്രഷർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 3 units ആൻഡ് ദ ടെമ്പറേച്ചർ ഇസ് ഡിക്രീസ്ഡ് ബൈ 4 units, എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ടു ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് അസ്യൂമിങ് ദ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്? ഇവിടെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഇവിടെ PV ഈക്വൽസ് NRT എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. PV ഈക്വൽസ് NRT. ഇതിൽ ഓരോ സിമ്പിൾസും എന്താണെന്നും അത് പരസ്പരം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നും ഈ പറയുന്ന ഓരോ സാധനങ്ങൾ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ പറയുന്നത് പ്രഷർ ഇൻക്രീസ് ബൈ 3 units, വോളിയം ഡിക്രീസ് ബൈ 4 units. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അങ്ങനെ മാറ്റി എഴുതുമ്പോൾ ഒന്ന് കൂടിയാൽ മറ്റേതിന് എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ള ലെവൽ ഓഫ് ആപ്ലിക്കേഷൻ ഈ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ MCQയിൽ ഇടുകയാണെങ്കിൽ നൗ ദിസ് ബിക്കംസ് എ അപ്ലൈ ലെവൽ ക്വസ്റ്റ്യൻ. നമ്മൾ വെറുതെ ഒരു ഫോർമുല, ഇപ്പം നമ്മൾ ഈ ഫോർമുല കാണാതെ പഠിച്ചിട്ട് ഒരു എന്തെങ്കിലും വാട്ട് ഇസ് ദി ഇക്വേഷൻ ഫോർ ഐഡിയൽ ഗ്യാസ് എന്ന് ചോദിച്ചിട്ട് ഇതുപോലെ ഒരു 4-5 ഓപ്ഷൻ കൊടുത്തിട്ട് PV ഈക്വൽസ് NRT കുട്ടിയെ കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ then it becomes a remember level question. But at the same time ഇവിടെ നമ്മൾ ഓരോ സാധനത്തിലും ഓരോ വേരിയബിളിലും ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ വേരിയബിളിൽ പിന്നെ ഉണ്ടാവുന്ന മാറ്റം എന്താണെന്ന് ചോദിക്കുകയാണ്. സോ ഹിയർ ദി സ്റ്റുഡൻറ് ഹാസ് ടു അപ്ലൈ ദ നോളജ് ഓഫ് റീഅറേഞ്ചിങ് ദിസ് ഇക്വേഷൻ ആസ് വെൽ ആസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി ഗിവൺ ഡിക്രീസ് ആൻഡ് ഇൻക്രീസ് ആൻഡ് ഫൈനലി സേ വാട്ട് വിൽ ഹാപ്പൻ ടു ദി നമ്പർ ഓഫ് മോൾസ്. കണ്ടോ, നമ്മളൊരു ക്വസ്റ്റിനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെ തന്നെ പല രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അത് പല ലെവൽ ഓഫ് ടാക്സോണമി ആവുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് തിങ് ഇസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. യു ക്യാൻ ആസ്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് അണ്ടർ അപ്ലൈ. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് കൊടുക്കുക. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ഇസ് അപ്ലൈഡ് ഇൻ റോക്കറ്റ് പ്രൊപ്പൽഷൻ. അതെങ്ങനെയാണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലൈഫിലുള്ള ചില സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കുട്ടിയെടുത്ത് എന്ത് ചെയ്യാം, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് ഉള്ള കാര്യം, ഇതിലെങ്ങനെയാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈഡ് ആവുന്നത് എന്നുള്ളത് ചോദിക്കുന്നതാണ് അപ്ലൈ ലെവലിലുള്ള questions. Now next, you can also ask problem solving questions. For example, how would you apply the concept of supply and demand to explain rising price of smartphones? നിങ്ങളുടെ ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ ഇപ്പോൾ പഠിച്ച കോൺസെപ്റ്റ് വെച്ച് എങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യും എന്നുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ലെവലിൽ കുട്ടിയോട് ചോദിക്കാം. അടുത്ത നമ്മൾ സംസാരിക്കുന്നത് അനലൈസ് ലെവൽ ഓഫ് ബ്ലൂംസ് ടാക്സോണമി ആണ്. അനലൈസ് ലെവലിന്റെ അടിയിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ചിങ് കോസ് ആൻഡ് എഫക്റ്റ് ആണ്. മാച്ചിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ മാച്ചിങ് ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ റിമെമ്പറിങ്ങിൽ പറഞ്ഞതാണ്. റിമെമ്പറിങ്ങിലും അണ്ടർസ്റ്റാൻഡിങ്ങിലും മാച്ചിങ് ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾക്ക് അനലൈസിലും മാച്ചിങ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ വരുന്ന ഏക ഒരു വ്യത്യാസം സിമ്പിൾ ആണ്. അനലൈസ് എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടിക്ക് 2-3 കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വിച്ച് ഇസ് ടു ഓർഗനൈസ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സർട്ടൺ ഐഡിയാസ്. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഞാൻ 2-3 ഇവന്റ്സ് കൊടുത്തിട്ടുണ്ട്. പേൾ ഹാർബർ അറ്റാക്ക്, അറ്റോമിക് ബോംബിംഗ് ഇൻ ഹിരോഷിമ ആൻഡ് നാഗസാക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ഇവന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഇവന്റ്സിന്റെ കൂടെ ഈ ഇവന്റ്സിനെ കൃത്യമായിട്ട് ക്രൊണോളജിക്കൽ ഓർഡറിൽ കുട്ടിക്ക് അറേഞ്ച് ചെയ്യാൻ അറിയുന്നതിൻ്റെ കൂടെ ഇതിൻ്റെയൊക്കെ എഫക്ട്സ് എന്തായിരുന്നു, ഇതിനൊക്കെ പിന്നീടുണ്ടായ എഫക്ട്സ് എന്തായിരുന്നു എന്നും കൂടെ ക്രൊണോളജിക്കലി അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. സോ ദി ചൈൽഡ് ഇസ് ആക്ച്വലി അനലൈസിങ് വാട്ട് ഹാപ്പൻഡ്. ആ ഒരു
തന്നിരിക്കുന്ന കാര്യത്തിനെ ഓർഗനൈസ് ചെയ്യുകയും ഡിഫറൻഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തായിരുന്നു. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിന് അനുകൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില മേജർ ഫാക്ട്സ് ആണ്. ആ ആട്രിബ്യൂട്ട്സ് എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് കുട്ടി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ നൗ ദിസ് ബിക്കംസ് എൻ അനലൈസ് ലെവൽ ക്വസ്റ്റ്യൻ. കണ്ടോ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയും ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും മാറ്റുമ്പോൾ അതിൻ്റെ ടാക്സോണമി ലെവൽ മാറുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നൗ നെക്സ്റ്റ് ഇസ് എ സീക്വൻസ് ഓർ ഓർഡർ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഓർഗനൈസിങ് ആൻഡ് ഡിഫറൻഷിയേറ്റിംഗ് ആണ് അനലൈസ് ലെവൽ ഓഫ് ബ്ലൂംസ് ടാക്സോണമിയിൽ മേജറായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ രീതിയിലുള്ള ഓർഗനൈസേഷൻ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാൻ. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് സീക്വൻസ് ഓർ ഓർഡർ ക്വസ്റ്റ്യനിൽ. ഞാൻ ഇവിടെ നമ്മുടെ എന്താണ് ഡാമിൽ വാട്ടർ ടർബൈൻ കറങ്ങി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്സിനെ കറക്റ്റ് ഓർഡറിൽ ഫ്രം ബിഗിനിങ് ടു എൻഡ് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസിലാണ് വരുന്നത്. കുട്ടി ഓരോ സെൻറ്റൻസും വായിച്ച് ഇതിലേതായിരിക്കും ആദ്യം വരിക അവസാനം വരിക. അപ്പോൾ പ്രോസസ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ആ പ്രോസസ്സ് ഏത് സ്ട്രക്ചറിലാണ് അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. സോ നൗ ദിസ് ബിക്കംസ് എൻ അനലൈസ് ടൈപ്പ് ക്വസ്റ്റ്യൻ. യു ക്യാൻ ഓൾസോ ആസ്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് അണ്ടർ അനലൈസ് കേട്ടോ. കോസ് ആൻഡ് എഫക്ട് ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് ചോദിച്ചതിന് ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലെയിൻ ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡീഫോറസ്റ്റേഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. കുട്ടി പഠിച്ച രണ്ട് ടോപ്പിക്സിനെ കോയിൻ ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. നൗ ദിസ് ബിക്കംസ് എൻ അനലൈസ് ടൈപ്പ് ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ആ ടോപ്പിക്ക് തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ പഠിപ്പിച്ച രണ്ട് ഡിഫറെൻറ്റ് ടോപ്പിക്സ് തമ്മിൽ കോയിൻ ചെയ്യുന്ന അത് രണ്ടും തമ്മിൽ വരുന്ന കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഒക്കെ കുട്ടിയെ കൊണ്ട് ആലോചിപ്പിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അനലൈസിലാണ് വരുന്നത്. Next, you can also include compare and contrast questions. See, compare and contrast എന്ന് പറയുമ്പോൾ ഇപ്പോൾ DNA and RNA in protein synthesis കുട്ടി പഠിക്കുമ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൈസ്കൂളിലൊന്നും ഉള്ള ഒരു പോർഷൻ അല്ല. ഞാൻ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ഇട്ടെന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ DNA എന്താണ് RNA എന്താണെന്ന് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത് അല്ലേ. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വാട്ട് ആർ വി ഡൂയിങ്? വി ആർ ഗോയിങ് ടു ആസ്ക് ദം ടു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. ഇവർ രണ്ടുപേരിലും ഒരുപോലെയുള്ളതും ഒരുപോലെ അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രോട്ടീൻ സിന്തസിസിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ കുട്ടി രണ്ടായിട്ട് പഠിച്ച രണ്ട് പ്രോസസ്സുകളെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും സിമിലാരിറ്റീസ് എന്താണെന്നും ആലോചിച്ച് അനലൈസ് ചെയ്യാണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി എന്താണെന്ന് കുട്ടി ആലോചിച്ചെടുക്കുമ്പോൾ യു ആർ ആക്ച്വലി മേക്കിംഗ് ദം അനലൈസ് ദി ടു പ്രോസസ്സസ് ദേ ഹാവ് ലേൺഡ്. അടുത്ത നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാറ്റഗറൈസേഷൻ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ HCl, NaOH, H2SO4, KOH ഇവയൊക്കെ ആസിഡും ബേസുമായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഇവിടെ പലപ്പോഴും ക്ലാസിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് കുട്ടിക്ക് ഇത് ആസിഡ് ഏതാണ് ബേസ് ഏതാണെന്ന് കാണാതെ പഠിക്കുന്നതിനോടപ്പുറം നമുക്കിവിടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആസിഡ്സിനെയും ബേസസിനെയും ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചില തിയറീസ് ഉണ്ട്. ലൈക്ക് ലോറി ബ്രോൺസ്റ്റഡ് തിയറി, അങ്ങനെയുള്ള ചില ലൂയിസ് ആസിഡ് തിയറി എന്നൊക്കെ പറഞ്ഞ് ചില തിയറീസ് ഉണ്ട്. അങ്ങനെയുള്ള തിയറീസ് അറിയാമെങ്കിൽ മാത്രം തന്നിരിക്കുന്ന ആസിഡ്സിനെയും ബേസിസിനെയും ക്ലാസിഫൈ ചെയ്യാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ ദെൻ ദിസ് ബിക്കംസ് ആൻ അനലൈസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. പിന്നെ ദെൻ യു ക്യാൻ ആസ്ക് ബ്രേക്കിംഗ് ഡൗൺ എ കോൺസെപ്റ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ വാട്ടർ സൈക്കിളിൻ്റെ കീ കമ്പോണൻസ് എന്താണ്, അതിൻ്റെ ഈച്ച് സ്റ്റെപ്പ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയാമെന്നൊരു ക്വസ്റ്റ്യൻ കൊടുത്താൽ കുട്ടിക്ക് വാട്ടർ സൈക്കിൾ എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ സ്റ്റെപ്പിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നന്നായിട്ട് കുട്ടി മനസ്സിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ അയാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നൗ ദിസ് ബിക്കംസ് എൻ അനലൈസ് ടൈപ്പ് ക്വസ്റ്റ്യൻ. യു ക്യാൻ ഓൾസോ ആസ്ക് essay questions in അനലൈസ് കാറ്റഗറി. ക്രിട്ടിക്കൽ അനാലിസിസ് ചോദിക്കാം. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് അനലൈസ് ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ഡൗൺഫോൾ ഓഫ് മുഗൾ എംപയർ. എങ്ങനെയാണ് മുഗൾ എംപയർ
എസ്റ്റാബ്ലിഷ് ആയത്, അതിനുശേഷം അതെങ്ങനെ മുമ്പോട്ട് പോയി, അവിടെ സംഭവിച്ച എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മുഗൾ എംപയറിന്റെ ഡൗൺഫോൾ കോസ് ചെയ്തതെന്നൊക്കെ ഉള്ളത് കുട്ടി ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം. പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, ആ പഠിച്ച കാര്യത്തിൽ നിന്ന് അയാൾക്ക് മനസ്സിലായ ഒരു കോംപ്ലക്സ് ഹിസ്റ്റോറിക്കൽ എവന്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും കൂടെ ചെയ്യുകയാണ്. സോ നൗ ദിസ് ബിക്കംസ് എ അനലൈസ് ടൈപ്പ് ക്വസ്റ്റ്യൻ. യു ക്യാൻ ഓൾസോ ആസ്ക് അനാലിസിസ് ഫോർ പ്രോബ്ലം സോൾവിങ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഇൻ ഓഷ്യൻസ്, അതെന്തൊക്കെയാണ് മേജർ ആയിട്ട് കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ്, മറൈൻ എക്കോസിസ്റ്റം, പ്രൊപ്പോസൽ ഫോർ പൊട്ടൻഷ്യൽ സൊല്യൂഷൻ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ക്ലാസ്സിലാകെ പഠിപ്പിച്ചത് പ്ലാസ്റ്റിക് പൊല്യൂഷനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ അതിന്റെ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് എന്താണ്, അത് നമ്മുടെ മറൈൻ എക്കോസിസ്റ്റത്തിൽ വരുന്ന ഇമ്പാക്റ്റ് എന്താണ്, നിങ്ങൾക്ക് അതിനെ എങ്ങനെയാണ് അതിനെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തൂത്ത് കളയാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കുട്ടി നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ കോൺസെപ്റ്റിനെ മനസ്സിൽ വെച്ചുകൊണ്ട് തൻ്റെ കൂടി ഐഡിയാസും കൂടെ ഉൾപ്പെടുത്തി ഒരു അനാലിസിസ് നടത്തുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ബിക്കംസ് ആൻ അനലൈസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഓൾസോ യു ക്യാൻ ആസ്ക് പ്രോസസ് അനാലിസിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ചില പ്രോസസ്സസ് വിച്ച് ഹാവ് സ്റ്റെപ്സ് ഇൻ ഇറ്റ്, അതിനെ മനസ്സിൽ ഓർഗനൈസ് ചെയ്യുന്നത് എത്ര കൃത്യമായി ഉള്ളതാണ് ശരിക്കും ഈ അനലൈസ് എന്നുള്ള ടാക്സോണമിയിൽ നമ്മൾ അസസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന. കുട്ടി ഒരു പ്രോസസ്സ് പഠിച്ചിട്ട് എങ്ങനെ കൃത്യമായിട്ട് അതിനെ മനസ്സിൽ ഒരു സൈക്കിളാക്കിയോ അല്ലെങ്കിൽ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലോ അല്ലെങ്കിൽ ഒരു പ്രോസസ് ഓർഡറിലോ എങ്ങനെ കൃത്യമായിട്ട് മനസ്സിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത് അസസ് ചെയ്യാണ് അനലൈസ്. സോ യു ക്യാൻ ആസ്ക് പ്രോസസ്സസ്, എങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്നുള്ളത് അനലൈസ് ചെയ്യൂ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വിൽ കം അണ്ടർ അനലൈസ് ബ്ലൂംസ് ടാക്സോണമി. നൗ വി ഗോയിങ് ടു ഇവാലുവേറ്റ്. നമുക്കറിയാം നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയിലെ ഹയസ്റ്റ് ലെവൽസിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവാലുവേറ്റ്, ഇവിടെ ശരിക്കും കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ, ഒരു ഡിസിഷനെ ജസ്റ്റിഫൈ ചെയ്യുക, ഡിസിഷൻ അല്ലെങ്കിൽ ഒപ്പീനിയനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മളിവിടെ അസസ് ചെയ്യുന്നത്. ഇവിടെ സിമ്പിൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. സോ ഡൈല്യൂട്ട് HCl റിയാക്ട്സ് വിത്ത് സിങ്ക് മെറ്റൽ ടു ജനറേറ്റ് ഹൈഡ്രജൻ. ഇത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കുട്ടിക്ക് കൊടുക്കുകയാണ്. നൗ if this happens, give the balanced chemical equation for this reaction. ഇപ്പൊ ഇവിടെ കുട്ടി എന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഡൈല്യൂട്ട് HClഉം സിങ്കും കൂടെ റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാവുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ കുട്ടി ആലോചിക്കണം, എത്ര ഡൈല്യൂട്ട് HCl ഉണ്ടെങ്കിൽ, എത്ര സിങ്ക് ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ജനറേറ്റ് ആവും എന്ന് ക്രിട്ടിക്കലി തിങ്ക് ചെയ്താൽ മാത്രമേ അയാൾക്കൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ. സോ നൗ ദിസ് ബിക്കംസ് ആൻ ഇവാലുവേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇതുപോലെ മാത്സിലും ഇവാലുവേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ, എന്തെങ്കിലും ഒരു പാറ്റേൺ ഉള്ള ഒരു ഇവന്റ് കൊടുത്തിട്ട് ചോദിക്കുക, ഈ ഇവന്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നൗ ദിസ് ബിക്കംസ് എ ഇവാലുവേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷൻ ഒക്കെ കൊടുക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തേക്കുന്ന കേൾക്കാം. വിൽ യു നോട്ട് സ്റ്റോർ കർഡ് ഓർ മിൽക്ക് ഇൻ അലൂമിനിയം വെസൽ, ജസ്റ്റിഫൈ യുവർ ആൻസർ. കുട്ടി ഒരു ചോദിക്കുന്ന ചോദ്യത്തിന് യെസ് ഓർ നോ പറഞ്ഞിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാണ്. നിങ്ങൾ നിങ്ങളുടെ അലൂമിനിയം വെസലിൽ തൈരോ പാലോ സ്റ്റോർ ചെയ്യുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് കുട്ടി ചെയ്യും അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റിഫിക്കേഷൻ. ദിസ് കംസ് അണ്ടർ ഇവാലുവേറ്റ്. നൗ കമ്പാരിറ്റീവ് ഇവാലുവേഷൻ. ഇപ്പോൾ നമുക്ക് ലാംഗ്വേജസിലൊക്കെയാണ് പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നത്. പലപ്പോഴും ഹയർ ടാക്സോണമി ലെവൽസ് ബെറ്റർ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് ലാംഗ്വേജസിനും സോഷ്യൽ സയൻസസിനും ആയിരിക്കും റാദർ ദാൻ സയൻസ് ആൻഡ് മാത്സ്. സോ ഇവിടെ നമുക്കൊരു കാര്യം ചോദിക്കാൻ പറ്റുന്നത് കമ്പയർ ദി ക്യാരക്ടേഴ്സ് ഇൻ എ പെർട്ടിക്കുലർ ലെസൺ. ഇതൊരു ഇംഗ്ലീഷിൽ നിന്ന് എടുത്തിരിക്കുന്നൊരു എക്സാമ്പിളാണ്. നമ്മുടെ ഇംഗ്ലീഷിലെ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിലുള്ള ഒരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. നൗ ഞാൻ നിങ്ങൾക്ക് ഒരു താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജിലുള്ള ക്യാരക്ടറും നിങ്ങൾ ഓൾറെഡി പഠിച്ച ക്യാരക്ടറുമായിട്ടുള്ള രണ്ട് റോൾസിലെയും ഉള്ള കമ്പാരിസൺ എഴുതുക. ഇപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ച ലെസണിലുള്ള ക്യാരക്ടറിനെയും പുതിയ ക്യാരക്ടറിനെയും തമ്മിലുള്ള ഒരു ഇവാലുവേഷൻ ആണ്. അയാളും ഇയാളും തമ്മിലുള്ള കമ്പാരിസണും കോൺട്രാസ്റ്റും ഉള്ളതിനപ്പുറത്തേക്ക് നിങ്ങളൊരു പുതിയ ആളെ പഠിക്കുകയാണ്. അപ്പം നിങ്ങൾ അയാളെ ഇവാലുവേറ്റ് ചെയ്യണം. അയാൾ എങ്ങനെയാണ്, അയാളുടെ അയാളെ പറ്റി ക്രിട്ടിക്കലി നിങ്ങൾ തിങ്ക് ചെയ്യാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച ഒരു ലെസണിലെ ക്യാരക്ടറും പുതിയ ക്യാരക്ടറും
നെ പറ്റിയും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് ശരിക്കും comparative evaluation, and this is basically for languages and social sciences. We can also use നമുക്ക് സയൻസുകാർക്കൊക്കെ ഉപയോഗിക്കാം, but you'll have to find ways of framing such questions. Now you can also ask essay type questions under evaluate. Basically critical evaluation നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സസിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും പറയുക. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും ഇത്, പക്ഷെ കുട്ടി പലപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അത് റാദർ ദാൻ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതിനേക്കാളും കൂടുതലായിട്ട് they will think and evaluate on renewable energy sources compared to fossil fuels. അപ്പം റിന്യൂവബിൾ എനർജി സോഴ്സസിനെ പറ്റിയും പഠിച്ചു കാണും, ഫോസിൽ ഫ്യൂവൽസിനെ പറ്റിയും പഠിച്ചു കാണും. ഇപ്പം രണ്ടിനെയും തമ്മിൽ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും കുട്ടി സ്ട്രെങ്തും വീക്ക്നെസ്സും എഴുതുന്നത്. സോ നൗ ദിസ് ബിക്കംസ് എൻ ഇവാലുവേറ്റ് ടൈപ്പ് essay question. Now coming to the final taxonomy, which is create ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ടാക്സോണമി ആണ്. കുട്ടി പലപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കി അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പഠിച്ച് അതിനെ വേറൊരു സിറ്റുവേഷനിൽ കണ്ടാൽ അതിനെ മനസ്സിലാക്കി അത് ഇതാണോ എന്ന് അനലൈസ് ചെയ്ത് അതിനോടൊപ്പം രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് തന്നാൽ തനിക്ക് അറിയാവുന്ന ഒരു സിറ്റുവേഷനുമായിട്ട് കൂട്ടിച്ചേർത്ത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ഒരു സ്കിൽ ഓഫ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവൂ എന്നാണ്, ഒരു ക്രിയേഷൻ ലെവലിലേക്ക് അയാൾക്ക് പോകാൻ പറ്റുമെന്നാണ് നമ്മുടെ ബെഞ്ചമിൻ ബ്ലൂം പറഞ്ഞിരിക്കുന്നത്. അപ്പം ദിസ് ഇസ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് ടാക്സോണമി വെയർ ശരിക്കും കുട്ടി ഈസ് ജനറേറ്റിംഗ് ന്യൂ ഐഡിയാസ്, പ്ലാനിങ് തിങ്സ് ഓർ ഡിസൈനിങ് ഒറിജിനൽ വർക്ക്. പലപ്പോഴും ഒറിജിനൽ വർക്ക് തന്നെ ആയിരിക്കണം എന്നില്ല, ചിലപ്പം ഓൾറെഡി നോൺ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് റിക്രിയേറ്റ് ചെയ്യുന്നതും ക്രിയേറ്റ് ലെവൽ ടാക്സോണമീസിൽ വരാറുണ്ട്. സോ ഇവിടെ ക്രിയേറ്റിൽ നിങ്ങൾക്ക് പലപ്പോഴും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഇസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഓർ എസ്സേസ്. സയൻസിലാണെങ്കിൽ നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾക്ക് ലാംഗ്വേജസ് ആൻഡ് സോഷ്യൽ സയൻസിലാണെങ്കിൽ എസ്സേസ് ചോദിക്കാം. സോ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് probable questions you can ask in create level. So it consists of posters, letters, collage, placards, diary entry. ഇതെല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിട്ട് ചോദിക്കാം. ഇതെല്ലാം എന്താണ് ക്രിയേറ്റ് ലെവൽ ടാക്സോണമിയിൽ വരുന്നതാണ്. ലാംഗ്വേജസിനെ സംബന്ധിച്ച് പോസ്റ്റേഴ്സ്, ലെറ്റേഴ്സ്, കൊളാഷ്, പ്ലക്കാർഡൊക്കെ എനിക്ക് തോന്നുന്നു പ്ലക്കാർഡും കൊളാഷും നമുക്ക് സയൻസിലും ചോദിക്കാൻ പറ്റുന്ന ക്രിയേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതോടൊപ്പം ഡയറി എൻട്രി ഒക്കെ ലാംഗ്വേജസിലാണ് ബേസിക്കലി വരുന്നത്. ഇനി സയൻസുകാരെ സംബന്ധിച്ച് പിന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു മേജർ ക്വസ്റ്റ്യൻ ഇസ് ഡിസൈനിങ് എക്സ്പെരിമെന്റ്സ്. നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു എക്സ്പെരിമെന്റ് തന്നെ റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം. സോ നൗ ഡിസൈൻ ആൻഡ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സയൻസിൽ ക്രിയേറ്റ് ലെവലിൽ ചോദിക്കാൻ സാധിക്കും. അതുപോലെ ഡെവലപ്പിംഗ് എ പ്ലാൻ, ഇത് സയൻസിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സോഷ്യൽ സയൻസിലും ചോദിക്കാം, എല്ലാം ലാംഗ്വേജസിലും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നൗ ഡെവലപ്പ് എ പ്ലാൻ ഫോർ പൊല്യൂഷൻ ഫ്രീ സിറ്റി. ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുക, കുട്ടി അറിയാവുന്ന എല്ലാ ഇൻഫർമേഷനും വെച്ച് തൻ്റെ ഐഡിയാസ് വെച്ച് ഒരു പുതിയ പ്ലാൻ ഫോർ ഒരു പ്രോബ്ലം എക്സിസ്റ്റിംഗ് ഇൻ സൊല്യൂഷൻ ആണ്, മീൻസ് ഒരു പ്രോബ്ലം എക്സിസ്റ്റിംഗ് ഇൻ സൊസൈറ്റി ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഓൾസോ ബിക്കംസ് എ create level taxonomy. Now for the last thing you can ask, mathsiലാണെങ്കിലും നമ്മുടെ IT-ലൊക്കെ ആണെങ്കിലും you can ask students to write an algorithm for a daily life situation. ഇപ്പോൾ ചായ ഇടുന്നതിൻ്റെ സ്റ്റെപ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that becomes a create level question in information technology. മാത്സിലാണെങ്കിൽ യു ക്യാൻ ഗിവ് ദം എ റിയൽ ലൈഫ് പ്രോബ്ലം, അല്ലെങ്കിൽ റിയൽ ലൈഫ് ഒരു പാറ്റേൺ ഉള്ള ഒരു എന്തെങ്കിലും ഒരു ഇവന്റ് കൊടുത്തിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ഫോം ചെയ്യുന്ന ഈ പാറ്റേണിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചാൽ ദാറ്റ് ഈസ് ഓൾസോ എ ക്രിയേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ ഇവാലുവേറ്റിലും പറഞ്ഞു ഇങ്ങനെ ഒരു സാധ്യത. ഇവാലുവേറ്റ് ലെവലിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു 4-5 ഹിന്റ് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതേസമയം ക്രിയേറ്റ് ലെവലിൽ യു ജസ്റ്റ് ബി ഗിവിങ് ദി എസെൻസ് ഓഫ് ദി ഡെയിലി ലൈഫ് സിറ്റുവേഷൻ, എന്നിട്ട് കുട്ടിയോട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം സോ ബേസിക്കലി ദിസ് ഹോൾ വീഡിയോ വാസ് അബൌട്ട് വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ ഡു അണ്ടർ ഈച്ച് ടാക്സോണമി ലെവൽ. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണും വേർഡിങ്സിന്റെ ചേഞ്ചും
ആ കോൺസെപ്റ്റിൻ്റെ ചേഞ്ചും കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എല്ലാ ടാക്സോണമിയുടെ അടിയിലും ചോദിക്കാൻ സാധിക്കും. ടുവേർഡ്സ് ദി ഹയർ ലെവൽ ടാക്സോണമീസ് നമ്മൾ ഒബ്ജക്റ്റീവിനെക്കാളും കൂടുതൽ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ I hope this video has helped you in understanding some aspects of forming a question paper. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡൗട്ടുള്ള ഏരിയ ആയിരുന്നു how to form a question paper, what type of questions come under which type of taxonomy, എങ്ങനെ അത് ഫ്രെയിം ചെയ്താൽ നമുക്ക് ഒരു ടാക്സോണമിയുടെ അടിയിൽ കൊണ്ടുവരാം എന്നൊക്കെ ഉള്ള എൻ്റെ ഡൗട്ട്സിനെ സാധൂകരിക്കുന്ന ചില ആൻസേഴ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. hope this is useful for you. So we'll be seeing you soon with my next video, which will be about building a blueprint. So stay tuned. Thank you. Bye.